ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ മീന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന വഴിക്ക് കുറച്ച് കൂണ് കിട്ടി. കൂണെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല. ഞാൻ കൂണ് പറിക്കാൻ കൂണുള്ള സീസണിലൊക്കെ പോവാറുണ്ട്. പക്ഷേ ഇത്രയും വലുപ്പമുള്ളതും വിരിഞ്ഞ് നിൽക്കുന്നതും അതിൻ്റെ കാലാണെങ്കിൽ വലിയ കാല്, അതായത് നല്ല വണ്ണമുള്ള കാല് ആദ്യമായിട്ട് കാണുന്നു. വൈഫ് കാണിച്ചു തരും. ഒരു ഇത്രയും കൂണ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാലെന്ന് പറയാൻ അല്ല, ഒരു കാല് തന്നെ കണ്ട അത്രയും വലുതാണ് കേട്ടോ. അതായത് അതിൻ്റെ ഒരു കൊട വിരിഞ്ഞ് നിൽക്കണതന്നെ അതിൻ്റെ പകുതി ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് നമുക്ക് കൂണുകറിയാണ്. ഇത്ര വലിയ കൂണൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ? കൂണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പകുതി പറഞ്ഞു പോയതാട്ടോ. അതിൻ്റെ ഒരു കാലേക്ക് അടുത്ത കാല് കണ്ടോ? ഇത്രയും വലിയ കൂണ്. ഞാനും ഒരുപാട് കൂണൊക്കെ പറിക്കാൻ പോയിട്ടുണ്ട്, പക്ഷെ ഇത്രയും വലിയ കൂണ് ആദ്യമായിട്ടാണ് എനിക്കും കിട്ടുന്നത്. ഇന്നിപ്പോൾ കൂൺകറിയാണ്. ഞാനും ഇത്രയും വലിയ കൂണ് ആദ്യമായിട്ടുണ്ട് കാണുക. എല്ലാ പ്രാവശ്യം കൂണൊക്കെ കൊണ്ടുവരാറുണ്ട്. കൂണിൻ്റെ ആളാണ്. കൂണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും വലിയ കൂണ് ആദ്യമായിട്ട് കാണുന്നത്. ഇത് ഇക്കാൻ്റെ ഉമ്മയാണ് കേട്ടോ. ഉമ്മക്ക് ഇത് സർപ്രൈസ് ചെയ്ത് ഇത്രയും വലുത് കണ്ടപ്പോൾ. കുളിക്ക് പോണേ ഹലോ, എവിടക്കാ? പറ. ഇന്ന് ഞങ്ങൾ പുതിയ ആദ്യാക്ഷരം പഠിക്കാൻ പോകുന്നു അല്ലേ? നമുക്ക് ഫസ്റ്റ് ഡേ. അപ്പം ഇന്ന് മോനിക്ക് LKGയുടെ പ്രവേശനോത്സവമാണ് കേട്ടോ. അവനെ കൊണ്ടാക്കണം സ്കൂളിൽ. ഇന്ന് ഉച്ചവരെ ഉള്ളൂ. പേരൻസിൻ്റെ കൂടെ തന്നെ തിരിച്ച് വരാം. അപ്പോൾ സ്കൂളിലേക്ക് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഇക്കാൻ്റെ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. അത് ഇക്കാൻ്റെ ചേട്ടൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇതാണ് കേട്ടോ മോൻ്റെ സ്കൂള്. ക്ലാസ്സുകൾ തുടങ്ങുന്നു. ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ. അവിടെ നിന്ന് മൂത്ത 2 മക്കളും പഠിക്കുന്നുണ്ട് കേട്ടോ. 1ൽ മോളും 5ാം ക്ലാസ്സിൽ മോനും പഠിക്കുന്നത്. മോനപ്പം എൻ്റെ കൈയൊക്കെ മുറുക്കി പിടിച്ച് നിൽക്കണം കേട്ടോ.
പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവർക്ക് സമ്മാനം കൊടുക്കലുണ്ടായിരുന്നു. പുതിയതായിട്ട് വന്ന കുട്ടികൾക്ക് ന്യൂ അഡ്മിഷൻ പിള്ളേർക്ക് സമ്മാനം കൊടുക്കണ്ടായിരുന്നു. വാട്ടർ ബോട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് മേടിക്കാനായിട്ട് സ്റ്റേജ് മേൽ എല്ലാ പിള്ളേരും പോയിരിക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ മോനക്ക് കിട്ടിയ സമ്മാനം, വാട്ടർ ബോട്ടിൽ. പിന്നെ അത് കഴിഞ്ഞ് പ്രസൊക്കെ പിടിച്ചിട്ട് അവിടെ സ്വീറ്റ്സ് അപ്പോൾ ഇതാണ് മോൻ. അപ്പോൾ സ്കൂളിലത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. വീട്ടിലെത്തിയപ്പോൾ ഉമ്മ കൂണൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ കഴുകി വാര വെച്ചിട്ടാണ് ഞാൻ വന്നിട്ട്. ഇനി അത് കറി വെക്കണം. അപ്പോൾ സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് കൂട്ടാൻ വെക്കണം. അത് ഇത്രയും ഇട്ടാണ് കൂണ് കഴുകി വാരി വെച്ചിട്ട്. ഇവിടെയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂണ്. ഇത് നാച്ചുറലായിട്ടുള്ള കൂണല്ല, ഭൂമിയിൽ നിന്ന് പൊട്ടി മുറിച്ചുണ്ടായ കൂണാണ്, ആർട്ടിഫിഷ്യലായിട്ടുള്ള. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പക്ഷേ ഇത് കൂണ് ഭയങ്കര വലുപ്പമായിട്ടാണ്, എന്താണെന്നറിയില്ല. കുഞ്ഞു കൂണ് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, അത്രയും വലിയ കൂണ് ആയതുകൊണ്ട്. എന്നാലും കുഴപ്പമില്ല. ഈ വർഷത്തെ ഫസ്റ്റ് കൂണ് എന്ന് പറഞ്ഞ് കഴിക്കുക. അപ്പോൾ അത് കറിയൊക്കെ റെഡി ആയി. തേങ്ങ ചിരകി ഇടണം, പിന്നെ പച്ച വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൂട്ടാനൊക്കെ. അപ്പോൾ അതേ കൂണൊക്കെ വെന്ത് സെറ്റ് റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഇതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. അതുകൂടി കഴിഞ്ഞാൽ തീ ഓഫാക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. മോൻ്റെ LKG പ്രവേശനോത്സവം കൂൺ കറിയൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസങ്ങൾ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം.